ഹായ് കൂട്ടുകാരെ, ഡി എസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു ഓഫർ വീഡിയോ ആയിട്ടാട്ടോ. അതും ഏത് വെറൈറ്റി ചെടി എടുത്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ റേറ്റ് 35 മുതൽ 50 വരെ മാത്രമേ ഉള്ളൂ കേട്ടോ. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമേ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും. നമുക്ക് ആദ്യം ഈ ഓഫർ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്ലാൻസ് ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം. അതിനു മുമ്പ് ഈ ഓഫർ കിട്ടാൻ ചെറിയൊരു ലിമിറ്റേഷൻ ഉണ്ട് കേട്ടോ. മിനിമം ഒരു 4 പ്ലാന്റെങ്കിലും എടുക്കണേ. ഫസ്റ്റ് വരുന്നത് സ്ട്രിങ് ഓഫ് ഹേർട്ട് ആട്ടോ. ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഈ ഒരു സൈസിലുള്ള ജിഫിയിലുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്. റേറ്റ് വരുന്നത് 50 രൂപ. അടുത്തത് വരുന്നത് ഫിറ്റോണിയ കേട്ടോ. ഫിറ്റോണിയൻ്റെ വെറൈറ്റീസാണ്. അത് ഒരു പ്ലാന്റിന് 35 രൂപ വെച്ചിട്ടാണ് റേറ്റ് വരുന്നത്. മിനിമം 5 കളേഴ്സ് എടുക്കണം. ആ 5 കളേഴ്സും ഡിഫറെൻറ്റ് കളേഴ്സ് ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക് തരുന്നത്. സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല. അടുത്തത് വരുന്നത് പിങ്ക് ലേഡി ആട്ടോ. ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. നല്ല ഭംഗിയാട്ടോ. നല്ല ലൈറ്റ് പിങ്ക് കളറിലാട്ടോ അതിൻ്റെ ലീഫ് ഉണ്ടാവുക. അതിൻ്റെയും ജിഫിയിലുള്ള കണ്ട ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത്. അതും അത്യാവശ്യം നല്ല റൂട്ടായിട്ടുള്ള പ്ലാന്റ് ആണ്. അടുത്തത് വരുന്നത് പീലിയ പ്ലാന്റ് ആട്ടോ. 40 രൂപയുള്ളൂ കേട്ടോ റേറ്റ് വരുന്നത്. അതും ജിഫിയിലുള്ള പ്ലാന്റ് ആണ്. നല്ല ഭംഗിയാട്ടോ. ഇത് നമുക്ക് ലീഫ് പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് നല്ല ഭംഗിയാട്ടോ കാണാൻ. അടുത്തത് വരുന്നത് സ്പൈറൽ ജിഞ്ചർ ആട്ടോ. ഇതിൻ്റെ ഒരു ഇലേൻ്റെ ഭംഗി കാരണമാട്ടോ ഈ ഒരു ചെടി എല്ലാവർക്കും ഇഷ്ടമാകുന്നത്. ഇതൊരു പാർഷ്യലി ഇൻഡോർ ആയിട്ടുള്ള ചെടിയാട്ടോ. അതിൻ്റെയും ജിഫിയിലുള്ളതുണ്ട് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത്. നെക്സ്റ്റ് വരുന്നത് പെഡുലാന്തസ് എന്ന് പറഞ്ഞ ഹാങ്ങിങ് പ്ലാന്റ് ആണ്. 50 രൂപയാട്ടോ റേറ്റ് വരുന്നത്. അതും ജിഫി പ്ലാന്റ് തന്നെയാണ് നിങ്ങൾക്ക് തരുന്നത്. നെക്സ്റ്റ് വരുന്നത് റെഡ് ലേഡി പപ്പായ ആട്ടോ. നമുക്കെല്ലാവർക്കും അറിയാം ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്. അതും 50 രൂപയാട്ടോ റേറ്റ് വരുന്നത്. അതും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ്. ഇതാട്ടോ പ്ലാന്റ് സൈസ് വരുന്നത്. അടുത്തത് വരുന്നത് റെഡ് വെപ്സാലിസ് ആട്ടോ. 50 രൂപയാണ് റേറ്റ് വരുന്നത്. നല്ല ഭംഗിയാട്ടോ. ഇതുപോലെ ഹാങ് ആയിട്ട് വരും കേട്ടോ. ഇതുപോലെ അതിൻ്റെ ലീഫിൻ്റെ സൈഡിൽ മുത്തുമുത്ത് പോലെ തൂങ്ങിക്കിടക്കുകയും ചെയ്യും. അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള ജിഫിയിലുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് തരുന്നത്. നെക്സ്റ്റ് വരുന്നത് വൈറ്റ് ലെന്താനയാട്ടോ. നമ്മൾ ലെന്താന വെറൈറ്റീസിൽ വൈറ്റൊന്നും നമ്മൾ ഇതുവരെ ഇട്ടിട്ടില്ല, ആദ്യമായിട്ടാണ് ഇടുന്നത്. അതിൻ്റെ വൈറ്റ് കളറാണ്. അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 50 രൂപയാട്ടോ റേറ്റ് വരുന്നത്. നല്ല ഭംഗിയുള്ള ചെടിയാണ്. അടുത്തത് വരുന്നത് കൂഫിയ പ്ലാന്റ് ആട്ടോ. കൂഫിയ പ്ലാന്റിൻ്റെ 2 കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. വൈറ്റും അതേപോലെ പിങ്കും. 2 കളറിനും 50 രൂപ വെച്ചിട്ടാട്ടോ റേറ്റ് വരുന്നത്. ഇത് നമുക്ക് ബോർഡർ പ്ലാന്റ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ഫ്ലവർ കുഞ്ഞു കുഞ്ഞു പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ. നമുക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ ഒരുപാട് പൂക്കളുണ്ടാവും. അടുത്തത് വരുന്നത് ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. മില്യൺസ് ഓഫ് ഹേർട്ട് ആട്ടോ. 50 രൂപയാണ് റേറ്റ് വരുന്നത്. നല്ല ഭംഗിയാട്ടോ കാണാൻ. ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ല. സെമി ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന ചെടിയാണ്. ഈ ഒരു സൈസിലുള്ള ജിഫിയിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് ഇത് തന്നെ. അടുത്തത് വരുന്നത് സ്പൈഡർ ലില്ലി ആട്ടോ. ഇത് നല്ല വൈറ്റ് കളറിലാണ് ഫ്ലവർ. അതുമാത്രമല്ല നല്ല സ്മെല്ലാട്ടോ. അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റ് താഴെ കാണുന്ന നമ്പറിലേക്ക് ഡയറക്റ്റ് വാട്സാപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാട്ടോ. നെക്സ്റ്റ് വരുന്നത് ജേഡ് പ്ലാന്റ് ആണ്. ഇതൊരു നമുക്ക് ഇൻഡോർ ആയിട്ടൊക്കെ വളർത്തിയെടുക്കാൻ പറ്റിയ ചെടിയാണ്. അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് തരുന്നത്. അടുത്തത് വരുന്നത് ഹെന്ന പ്ലാന്റ് ആട്ടോ. നല്ല കയ്യിലിട്ട് കഴിഞ്ഞാൽ തന്നെ നല്ല ഡാർക്ക് മെറൂൺ കളറിൽ വരുന്ന നല്ല വെറൈറ്റി ആട്ടോ. ഹെന്നേൻ്റെയാണ്. 50 രൂപയാട്ടോ റേറ്റ് വരുന്നത്. അതും ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് തരുന്നത്. നെക്സ്റ്റ് വരുന്നത് അമേരിക്കൻ ഹോളി ആട്ടോ. ഇതൊരു ഓർണമെൻ്റൽ പ്ലാന്റ് ആയിട്ടൊക്കെ നമുക്ക് നമ്മുടെ ഗാർഡനിൽ സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടും. ഒരുപാട് പരിപാലനത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള ചെടിയാട്ടോ അയച്ചു തരുന്നത്. നെക്സ്റ്റ് വരുന്നത് സ്നോ റോസിൻ്റെ മൾട്ടി പെറ്റലാട്ടോ. നമ്മൾ ഇത്രയും നാളും കണ്ടിരുന്നത് സ്നോ റോസിൻ്റെ സിംഗിൾ പെറ്റലാണെങ്കിൽ ഇത് റോസാപ്പൂ പോലെയായിട്ട് അതിൻ്റെ ഫ്ലവർ ഉണ്ടാവുക. കുഞ്ഞു കുഞ്ഞു പൂക്കളായിട്ട് ഒരുപാട് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് തരുന്നത്. ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ്. അടുത്തത് വരുന്നത് വാട്ടർ ബാമ്പു ആട്ടോ. നമുക്ക് പോട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ചെടി സെറ്റാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ബോർഡർ പ്ലാന്റ് ആയിട്ടൊക്കെ വളർത്താവുന്നതാണ്. അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് തരുന്നത്. അതും 50 രൂപയാണ് റേറ്റ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് മാൽപീജിയ പ്ലാന്റ് ആട്ടോ. ഇതൊരു കുറ്റിച്ചെടി വിഭാഗത്തിൽപ്പെട്ട ചെടിയാട്ടോ. നമുക്ക് ഇതിനെ ഇഷ്ടപ്പെട്ട ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്ത് നിർത്താൻ പറ്റും കേട്ടോ. അതാട്ടോ ഈ ചെടിയുടെ പ്രത്യേകത. അതുപോലെ ഇതിൻ്റെ അകത്ത് ചെറിയ ചെറിയ വെള്ളപ്പൂക്കളുണ്ടാവുക. ഇതാട്ടോ അയക്കുന്ന പ്ലാന്റ് സൈസ്. അടുത്തത് വരുന്നത് ലേഡി ഷൂവിൻ്റെ യെല്ലോ ആണ് കേട്ടോ. 50 രൂപയാണ് റേറ്റ് വരുന്നത്. ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ്.
അത്യാവശ്യം നല്ല രീതിയിൽ പടർന്നതിന് ശേഷം ഒരുപാട് പൂക്കളുണ്ടാവും കേട്ടോ. അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത്. നെക്സ്റ്റ് വരുന്നത് വയലറ്റ് പെൻഡാസ് ആട്ടോ. 50 രൂപയാണ് റേറ്റ് വരുന്നത്. ഈ കളറിലുള്ള പെൻഡാസിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ അയച്ചു തരുന്നത്, അത് 50 രൂപയ്ക്ക്. നെക്സ്റ്റ് വരുന്നത് യെല്ലോ ലെന്താനയാട്ടോ. നമ്മൾ ഇതിന് മുമ്പൊന്നും ഇട്ടിട്ടില്ലാത്തൊരു വെറൈറ്റിയാണ്. യെല്ലോ ലെന്താനയുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് 50 രൂപയ്ക്കായിട്ടാണ് തരുന്നത്. ഇതൊക്കെ ഹൈബ്രിഡ് വെറൈറ്റിയാണ് കേട്ടോ. ഒരുപാട് ഹൈറ്റ് വെക്കാതെ നമുക്ക് ഷോർട്ടായിട്ട് നിന്ന് ഒരുപാട് പൂക്കൾ തരുവേ. നെക്സ്റ്റ് വരുന്നത് വെരിഗേറ്റഡ് ലിപ്സ്റ്റിക് പ്ലാന്റ് ആട്ടോ. ഇതിൻ്റെ ലീഫിൻ്റെ പ്രത്യേകതയാട്ടോ ഈ ഒരു ചെടീൻ്റെ ഭംഗി. ലീഫ് വെരിഗേറ്റഡ് ലീഫിലായിട്ട് നല്ല റെഡ് കളറിലുള്ള ഫ്ലവർ ആയിരിക്കും. ഹാങ്ങിങ് പ്ലാന്റ് ആണ്. സെമി ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ്. ഈ ഒരു സൈസിലുള്ള ജിഫിയിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത്. നെക്സ്റ്റ് വരുന്നത് മാറ്റ് സ്റ്റിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ചെടിയാണ്. ഇതിൻ്റെ ഫ്ലവർ കണ്ടാൽ ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലവർ പോലെയാട്ടോ തോന്നുക. നല്ല ഭംഗിയാട്ടോ. നല്ല ലൈറ്റ് റോസും വയലറ്റും കളർ കോമ്പിനേഷനിലാണ് ഇതിൻ്റെ ഫ്ലവർ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ. ഇത് നമുക്ക് ചട്ടിയിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ. ബുഷി പ്ലാന്റ് ആയിട്ട് വളർത്താൻ പറ്റിയതാണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് തരുന്നത് കേട്ടോ. അടുത്തത് വരുന്നത് സ്ട്രോബെറി ആട്ടോ. സ്ട്രോബെറി 50 രൂപയാണ് റേറ്റ് വരുന്നത്. അത്യാവശ്യം നല്ല വലുപ്പമുള്ള നല്ല കായ്ക്കുന്ന ഒരു വെറൈറ്റി തന്നെയാണ്. അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് 50 രൂപയ്ക്ക് സെയിൽ ചെയ്യുന്നത്. നമ്മുടെ എല്ലാ ക്ലൈമറ്റിലും തന്നെ ഫ്ലവർ ആകുകയും കാ പിടിക്കുകയും ചെയ്യുന്ന വെറൈറ്റി തന്നെയാണ് കേട്ടോ. അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത്. അടുത്തത് വരുന്നത് ചെമ്പരത്തി ആട്ടോ. ഹൈബ്രിഡ് വെറൈറ്റിയാണ്. ഇതിൻ്റെ 6-7 കളേഴ്സിൻ്റെ അടുത്തുണ്ട്. പക്ഷേ ഇതെല്ലാം മിക്സഡ് ആണ്. നമുക്ക് കളർ ചൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം അതിൻ്റെ ചെറിയ തൈ ആയതുകൊണ്ട് തന്നെ നമുക്കത് ഏതാ കളർന്ന് മനസ്സിലാകില്ല. അതുകൊണ്ടാണ് അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് തരുന്നത്. അടുത്തത് വരുന്നത് ബ്ലൂ തമ്പർജി ആട്ടോ. ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ്. ഇതുപോലെ ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി തന്നെയാണ്. പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ പടർന്ന് പെട്ടെന്ന് തന്നെ ഫ്ലവർ ആകുന്നൊരു ചെടിയാണ്. ഒരുപാട് കെയറിൻ്റെയോ പരിചരണത്തിൻ്റെ ആവശ്യമില്ല. നോർമൽ കെയർ മതി. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത്. അടുത്തത് വരുന്നത് അലോവേരയാണ്. നമുക്കറിയാം ഇത് മുടിക്കും സ്കിന്നിനും ഒക്കെ നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ഔഷധവും കൂടിയാട്ടോ അലോവേര. അലോവേരേൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്, അതും 50 രൂപയ്ക്കാണ് അയച്ചു തരുന്നത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയക്കുന്നത്. അടുത്ത വരുന്നത് റെഡ് കനകാംബരമാണ്. ഇതൊരു ഹൈബ്രിഡ് വെറൈറ്റിയാണ്. നല്ല ഭംഗിയാട്ടോ. ഇത് പോട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പൂക്കളുണ്ടാവുക. അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള കണ്ട ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് അയച്ചു തരുന്നത്. ഇതാണ് അയക്കുന്ന പ്ലാന്റ് സൈസ്. അടുത്തത് വരുന്നത് റെഡ് ഫൈക്കസ് എന്ന് പറഞ്ഞ വെറൈറ്റി ആട്ടോ. ഇതുണ്ട് പോട്ടിലുള്ള നല്ല ഭംഗിയുള്ള ചെടിയാണ്. ഇതിൻ്റെ ഈ ജിഫി പ്ലാന്റിലുള്ള സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത്. അടുത്തത് വരുന്നത് മങ്കി ടെയിലാട്ടോ. ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. നല്ല ഭംഗിയാട്ടോ. ഇതൊരു കാറ്റക്സ് വെറൈറ്റി ആയതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. 2-3 ദിവസം കൂടുമ്പോൾ മാത്രം വാട്ടറിങ്ങിൻ്റെ ആവശ്യമുള്ളൂ. നല്ല പോട്ട് മിക്സിൽ നടാൻ ശ്രമിക്കുക. പെട്ടെന്ന് തന്നെ ബുഷിയായിട്ട് വരുന്നതാണ്. അടുത്തത് വരുന്നത് സ്ട്രിങ് ഓഫ് ബട്ടൺ ആട്ടോ. ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. കുറച്ച് സ്ലോ ഗ്രോത്ത് ആയിട്ടുള്ള ചെടിയാണ്. പക്ഷെ നല്ല ഭംഗിയാണ്. പോട്ട് നിറച്ച് തിക്കായി നിന്ന് കഴിഞ്ഞാൽ. നെക്സ്റ്റ് ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആട്ടോ. 40 രൂപയുള്ളൂ റേറ്റ് വരുന്നത്. വാണ്ടറിങ് ആണ്. നല്ല ഭംഗിയാട്ടോ പോട്ടിൽ സെറ്റായി വന്നാൽ. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഫോട്ട് ഫില്ലാവും കേട്ടോ. പെട്ടെന്ന് വളർന്നു വരുന്നതാണ്. അതിൻ്റെ ഈ ഒരു സൈസിലുള്ള ജിഫിയിലുള്ള റൂട്ടായിട്ടുള്ള പ്ലാന്റാണ്. അടുത്തത് വരുന്നത് സെഡാണ്. അതും 40 രൂപയുള്ളൂ റേറ്റ് വരുന്നത്. ഇത് നമുക്ക് പോട്ടിൽ ഹാങ്ങിങ് പോട്ടിലും അല്ലെങ്കിൽ നോർമൽ പോട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ടോ ബുഷിയായിട്ട് നിൽക്കുന്നത് കാണാൻ. അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത്. അടുത്തത് വരുന്നത് ഡോങ്കി ടെയിലാണ്. ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആട്ടോ. 50 രൂപയാണ് റേറ്റ് വരുന്നത്. കാറ്റക്സ് വെറൈറ്റി ആയതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. 2-3 ദിവസം കൂടുമ്പോൾ മാത്രം വാട്ടറിങ് ചെയ്താൽ മതി. അതുപോലെ നല്ല പോട്ടി മിക്സിൽ നടാൻ ശ്രമിക്കാം. അടുത്തത് വരുന്നത് പെപ്പറോമിയ പ്ലാന്റ് ആട്ടോ. ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആയിട്ടൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാവുന്ന പ്ലാന്റ് ആണ്. പെട്ടെന്ന് തന്നെ ഗ്രോത്ത് ആവുന്നതാണ്. നോർമൽ കെയർ ആണ്. ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. നല്ല ഹെൽത്തി ആയിട്ടുള്ള കണ്ട ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് തരുന്നത്. അതും 50 രൂപയ്ക്ക്. അടുത്തത് വരുന്ന വാണ്ടറിങ് ജൂവിൻ്റെ തന്നെ വേറൊരു വെറൈറ്റി ആട്ടോ. ആദ്യം നമ്മൾ കണ്ടതിൽ വൈറ്റ് കോമ്പിനേഷനും ഒരു ലൈറ്റ് ഗ്രീൻ കോമ്പിനേഷനാണ്. ഇത് ഡാർക്ക് ഗ്രീനിലാട്ടോ. അത് 40 രൂപയുള്ള റേറ്റ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഫൈക്കസ് വെപ്പൻസ് ആട്ടോ. ഇത് നമുക്ക് മതിലിലൊക്കെ കയറ്റി വിടാം. അതുപോലെ ഹാങ്ങിങ് ബോർഡിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ. അതും ജിഫിയിലുള്ള പ്ലാന്റ് 40 രൂപയുള്ള റേറ്റ് വരുന്നത്. ഇതൊക്കെ ഓഫർ പ്രൈസ് ആണ്. കാരണം അടുത്തത് വരുന്ന വാട്ടർമെലോൺ ഡിഷീഡി ആട്ടോ. ഇതും ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. പെട്ടെന്ന് തന്നെ പോട്ട് നിറയെ നല്ല ഭംഗിയായിട്ട്. അതിൻ്റെ ലീഫ് കാണാൻ വാട്ടർമെലോണിനെ പോലെ ഉള്ളതുകൊണ്ടാണ് അതിന് ഈ വാട്ടർമെലോൺ ഡിഷീഡി എന്ന പേര് വന്നത്. അതിൻ്റെ ജിഫിയിലുള്ള പ്ലാന്റ് 50 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് വരുന്നത് പെപ്രോമിയൻ്റെ തന്നെ വേറൊരു വെറൈറ്റിയാണ്. അതും ഇൻഡോർ ആയിട്ടൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ. നല്ല ഭംഗിയായിട്ട് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ ഇതിൻ്റെ ലീഫ് കാണാൻ നല്ല ഷൈനിങ് ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 50 രൂപയാണ് റേറ്റ് വരുന്നത്.
അടുത്തത് വരുന്നത് പെൻസിൽ കാറ്റക്സ് ആട്ടോ. ഇത് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും അല്ലെങ്കിൽ ബുഷി പ്ലാന്റ് ആയിട്ടൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. കൂടുതലും ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് സെറ്റ് ചെയ്യുന്നതായിരിക്കും ഭംഗി വരുന്നത്. ഇതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റിനാണ് 40 രൂപ വരുന്നത്. അടുത്തത് വരുന്നത് ഹാങ്ങിങ് പ്ലാന്റ് ആയ വെരിഗേറ്റഡ് ഡിഷീഡി ആട്ടോ. നിങ്ങളിപ്പോൾ ഈ കാണുന്ന പോലെ ബുഷിയായിട്ട് ഒരുപാട് നല്ല ലെങ്ത്തിൽ ഹാങ് ചെയ്ത് കിടക്കും കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. അതിൻ്റെ ലീഫിൻ്റെ ആ കളർ കോമ്പിനേഷൻ ആട്ടോ കുറച്ചുകൂടെ എടുത്ത് കാണുന്നത്. അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് 40 രൂപയ്ക്കാണ് തരുന്നത്. അതും റൂട്ടായിട്ടുള്ള ജിഫിയിലുള്ള പ്ലാന്റാണ് നിങ്ങൾക്ക് തരുന്നത്. അടുത്തത് വരുന്നത് ലോലിപോപ്പാണ്. കുറ്റി പ്ലാന്റ്. ഇത് നമുക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ. ഒരു കുറ്റിച്ചെടിയാട്ടോ. എപ്പോഴും തന്നെ ഫ്ലവർ തരുന്ന ഒരു ചെടിയാണ്. 50 രൂപയാട്ടോ റേറ്റ് വരുന്നത്. ഇതിൻ്റെയും ചെറിയൊരു പ്ലാന്റാണ് തരുന്നത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിനാണ് 50 രൂപ വരുന്നത്. വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാട്ടോ തരുന്നത്. നെക്സ്റ്റ് വരുന്നത് ബ്ലൂ ട്രംപറ്റ് ആട്ടോ. പണ്ട് കാലങ്ങളിലൊക്കെ നമ്മുടെ എല്ലാവരുടെയും വീടുകളിലുണ്ടായിരുന്നതാണ്. ഇപ്പം അങ്ങനെ കാണുന്നില്ല. അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് തരുന്നത്. ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി ആട്ടോ. ആ പൂ കാണാൻ നല്ല ഭംഗിയാണ്. നമുക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴും പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ്. അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് തരുന്നത്. അടുത്തത് വരുന്നത് ശംഖുപുഷ്പാട്ടോ. നീല ശംഖുപുഷ്പമാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. 50 രൂപയാട്ടോ റേറ്റ് വരുന്നത്. ഇത് ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരു ചെടിയും കൂടിയാട്ടോ. അതിൻ്റെ നല്ല ഈ ഒരു സൈസിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് 50 രൂപയുള്ളൂ കേട്ടോ റേറ്റ് വരുന്നത്. അടുത്തത് വരുന്നത് പാഷൻ ഫ്രൂട്ടാണ്. പാഷൻ ഫ്രൂട്ടിൻ്റെ കാവേരി വെറൈറ്റിയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. അത് മാത്രമല്ല നല്ല ടേസ്റ്റിയാണ്, നല്ല സ്വീറ്റുമാണ്. ഈ ഒരു വെറൈറ്റിക്ക് കുറച്ചുകൂടെ മധുരം മറ്റ് വെറൈറ്റികളെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ മധുരം കൂടുതലും കേട്ടോ. അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത്. അടുത്തത് വരുന്നത് ചൈന ഡോളാട്ടോ. ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആണ്. നമുക്ക് വെയിലിൻ്റെ ആവശ്യമൊന്നുമില്ല. നല്ല ഷൈനിങ് ആട്ടോ ഇതിൻ്റെ ലീഫ് കാണാൻ. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഇൻഡോർ ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നത്. നല്ല ആർട്ടിഫിഷ്യൽ പ്ലാന്റ് പോലെ ആണ് ശരിക്കും കണ്ടാൽ തോന്നുന്നത്. നമ്മൾ അടുത്ത് ചെന്നൊക്കെ തൊട്ടൊക്കെ നോക്കുമ്പോഴാണ് ഇത് റിയൽ പ്ലാന്റ് ആയിട്ട് തോന്നുക. അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. അടുത്തത് വരുന്നത് വയലറ്റ് ജാസ്മിൻ ആട്ടോ. ഒരുപാട് പൂക്കൾ തരുന്ന വെറൈറ്റിയാണ്. ഇതിൻ്റെ ലീഫ് ഒരു ലൈറ്റ് ബ്രൗൺ കളറിലായിരിക്കും ഉണ്ടാവുക. ഒരുപാട് പൂക്കൾ ഉണ്ടാകുകയും ചെയ്യും. കുറ്റിച്ചെടിയാണ്. നോർമൽ കെയർ ഇഷ്ടപ്പെടുന്ന ചെടിയാണ്. സ്പെഷ്യൽ കെയറിൻ്റെ ആവശ്യമില്ല. നല്ല പോട്ട് മിക്സിൽ നടാൻ ശ്രമിക്കുക. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത് കേട്ടോ. ഇതാണ് അയച്ചു തരുന്ന പ്ലാന്റിൻ്റെ സൈസ്. അടുത്തത് വരുന്ന ലെമൺ വൈൻ ആട്ടോ. ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ്. ഒരുപാട് പൂക്കൾ ഉണ്ടാവും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോയിൽ കാണുന്ന പോലെ അല്ലെങ്കിൽ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ അല്ല കേട്ടോ. അത് നേരിട്ട് കാണുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയുണ്ട് ഇതിൻ്റെ ഫ്ലവർ കാണാൻ. പെട്ടെന്ന് തന്നെ പടർന്ന് പന്തലിച്ചിട്ട് ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരുന്നതാണ്. അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത്. അടുത്തത് വരുന്നത് ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. വൈറ്റ് ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ്. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പൂക്കളാട്ടോ ഉണ്ടാവുക. നല്ല ഭംഗിയാട്ടോ കാണാൻ. സെമി ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന ചെടിയാണ്. അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള ജിഫിയിലുള്ള പ്ലാന്റ് ആട്ടോ അയച്ചു തരുന്നത്. ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. അടുത്തത് വരുന്നത് ടൈഗർ ലിപ്സ്റ്റിക് ആട്ടോ. ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. നല്ല ഭംഗിയുള്ള ലൈറ്റ് ഓറഞ്ച് കളറിലാട്ടോ ഇതിൻ്റെ ഫ്ലവർ ഉണ്ടാവുക. അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് തരുന്നത്. അടുത്തത് വരുന്നത് ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആട്ടോ. 40 രൂപയുള്ളൂ റേറ്റ് വരുന്നത്. ഡിഷീഡിയ വെറൈറ്റിയാണ്. അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. 40 രൂപയ്ക്ക് ജിഫിയിലുള്ള പ്ലാന്റാണ് തരുന്നത്. പെട്ടെന്ന് തന്നെ ഗ്രോത്ത് ആവും. അതുപോലെ ഈ പോട്ടിലും പിക്കിൽ കാണുന്ന പോലെ ബുഷിയായിട്ട് വരികയും ചെയ്യും കേട്ടോ. അടുത്തത് ഗോൾഡ് ഫിഷ് എന്ന് പറയുന്ന ചെടിയാട്ടോ. നമുക്കിത് കുറ്റിച്ചെടിയായിട്ടും ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാട്ടോ. ഇതിൻ്റെ ഫ്ലവർ കണ്ടിട്ടുണ്ടെങ്കിൽ ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ ഫ്ലവർ പോലെ സാമ്യം തോന്നുക. പെട്ടെന്ന് തന്നെ വളർന്ന് ബുഷിയാവുകയും ചെയ്യും കേട്ടോ. അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ജിഫിയിലുള്ള റൂട്ടായിട്ടുള്ള പ്ലാന്റാട്ടോ തരുന്നത്. ഇതുണ്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് തരുന്നത്. ഇതിൻ്റെ റേറ്റും 40 രൂപയാട്ടോ. അടുത്തത് വരുന്നത് കനേഡിയൻ കൊന്നയാണ്. ഇതുപോലെ കുറ്റിച്ചെടിയല്ല ഒരു ചെറിയ മരം പോലെ ആകുന്നതാണ്. പക്ഷെ ഒരുപാട് ഹൈറ്റ് വെക്കത്തില്ല. എന്നിട്ട് ഇതുപോലെ പൂക്കളുണ്ടാവും കേട്ടോ. ഒരുപാട് പൂക്കൾ ഒന്നിച്ചുണ്ടാകുന്ന ഒരു വെറൈറ്റി ആട്ടോ കനേഡിയൻ കൊന്ന. അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് നിങ്ങൾക്ക് തരുന്നത്. അടുത്തത് വരുന്നത് വെരിഗേറ്റഡ് ഡിഷീഡിയ കേട്ടോ. 40 രൂപയാണ് റേറ്റ് വരുന്നത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് നിങ്ങൾക്ക് തരുന്നത്. ആവശ്യമുള്ളവർ വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് ഡയറക്റ്റ് വിളിച്ചോ അല്ലെങ്കിൽ വാട്സാപ്പ് ചെയ്തിട്ടോ നിങ്ങൾ നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഈ ചെടികളുടെ പേരൊന്ന് എഴുതിയിട്ട് അത് ഫോട്ടോ എടുത്തിട്ട് തന്നാലും മതി. നാനോക്ക് വെറൈറ്റിയാണ്. ഇതും ഒരു വാൻഡറിങ് വെറൈറ്റി തന്നെയാണ്. അതിൻ്റെയും ലീഫിൻ്റെ ഭംഗിയാട്ടോ ഈ ചെടീനെ കുറച്ചുകൂടെ അങ്ങ് എടുത്ത് കാണിക്കുന്നത്. അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത്. അടുത്തത് വരുന്നത് യെല്ലോ ജാസ്മിൻ ആട്ടോ. ഇതും ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ്. നല്ല ഭംഗിയാട്ടോ. നല്ല പൂവാണ്. മുല്ലപ്പൂ പോലെ തന്നെ തോന്നുന്ന പൂക്കളാട്ടോ കാണാൻ.
അത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് ഇതിൻ്റെ അയച്ചു തരുന്നത്. വെൽ റൂട്ടഡ് ആണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് തരുന്നത്. ആവശ്യമുള്ള ചെടികൾ ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്സാപ്പ് ചെയ്താൽ മതി. നമ്മൾ അയക്കുന്നത് DTDC കൊറിയർ വഴിയാട്ടോ. ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അവൈലബിൾ അല്ല. പേയ്മെൻറ്റ് ഗൂഗിൾ പേ വഴിയോ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ വഴിയോ നിങ്ങൾക്ക് അയച്ചു തരാവുന്നതാണ്. പ്ലാന്റ്സ് അയക്കുന്നത് 7 വർക്കിംഗ് ഡേയ്സിനുള്ളിലാട്ടോ. നെക്സ്റ്റ് വരുന്നത് യെല്ലോ ജാക്കോബിനിയാണ്. ഇതൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ്. നല്ല ഭംഗിയാട്ടോ കാണാൻ. നെക്സ്റ്റ് വരുന്നത് വൈറ്റ് ടെക്കോമയാണ്. വൈറ്റ് ടെക്കോമേൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റിന് 50 രൂപയാണ് റേറ്റ് വരുന്നത്. ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ്. നമുക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം. ജസ്റ്റ് ഒരു സ്റ്റിക്കിൻ്റെ ഒക്കെ സപ്പോർട്ടോട് കൂടി നമുക്ക് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് പൂക്കളുണ്ടാവും കേട്ടോ. അടുത്തത് വരുന്നത് ജാക്കോബിനേൻ്റെ തന്നെ റെഡ് വെറൈറ്റി ആട്ടോ. ഈ ഒരു പ്ലാന്റിന് ഇതേപോലെ ഭംഗിയുള്ള ഫ്ലവർ ആട്ടാ വരിക. ഒരുപാട് ഹൈറ്റ് വെക്കത്തില്ല. നമുക്ക് ബുഷിയായിട്ട് നിർത്തിയിട്ട് നമുക്ക് നിറച്ച് ഫ്ലവർ ഉണ്ടാവും. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. അടുത്തത് വരുന്നത് കട്ടമുല്ല ആട്ടോ. പണ്ടൊക്കെ നമ്മുടെ എല്ലാവരുടെയും വീടുകളിലുണ്ടായിരുന്ന നല്ല സ്മെല്ലുള്ള വെറൈറ്റിയാണ്. അതുപോലെ എപ്പോഴും തന്നെ പൂക്കളുണ്ടാവും. ഒരുപാട് പൂക്കളുണ്ടാവുകയും ചെയ്യും കേട്ടോ. അതിൻ്റെ വെൽ റൂട്ടഡ് ആയിട്ടുള്ളതാണ്. പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടുന്ന ഒരു വെറൈറ്റി തന്നെയാണ്. നാടൻ വെറൈറ്റിയാണ്. അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ അയക്കുന്നത്. ഇതുണ്ടോ, ഇതേപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റാണ്. അടുത്തത് വരുന്നത് അമേരിക്കൻ ജാസ്മിൻ അല്ലെ പിങ്ക് ജാസ്മിൻ എന്നൊക്കെ അറിയപ്പെടുന്ന ചെറിയ കേട്ടോ. ഇതൊരു ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ്. ഒരു ക്രീപ്പർ വെറൈറ്റി ആട്ടോ. നമുക്ക് എന്തിൻ്റെയൊക്കെ സപ്പോർട്ടോട് കൂടിയിട്ട് സെറ്റ് ചെയ്ത് വെക്കണം. ഇതുപോലെ ഒരുപാട് പൂക്കൾ ഉണ്ടാവും കേട്ടോ. നിറച്ചുണ്ടാവുക. അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത്. അടുത്തത് വരുന്നത് ഹോയ വെറൈറ്റീസ് ആട്ടോ. ഹോയ വെറൈറ്റീസ് 50 രൂപയാട്ടോ റേറ്റ് വരുന്നത്. ഇതിൻ്റെ 5 വെറൈറ്റീസ് നമുക്ക് അവൈലബിൾ ആണ്. യെല്ലോയും റെഡും പിന്നെ വൈറ്റും അതേപോലെ പിങ്കും ഡാർക്ക് മെറൂണും. അങ്ങനെ 5 വെറൈറ്റീസിൽ ഓരോ കളേഴ്സിനും 50 രൂപ വെച്ചിട്ടാണ് റേറ്റ് വരുന്നത്. നല്ല ജിഫി പ്ലാന്റ് ആണ്. ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആട്ടോ. നമുക്കിത് ഹാങ്ങിങ് ബോർഡിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം. ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ ആവശ്യമില്ല. സെമി ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന ചെടിയാട്ടോ. അടുത്തത് വരുന്നത് ഫൈക്കസ് വെറൈറ്റി ആട്ടോ. ഫൈക്കസിൻ്റെ വെരിഗേറ്റഡ് നമ്മൾ ഇതിനു മുമ്പ് കണ്ടായിരുന്നു. ഇത് ഗ്രീനാണ്. ഇതുപോലെ ഭിത്തിയിലൊക്കെ നമുക്ക് പടർത്തി വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാട് പറിക്കലും അങ്ങനത്തെ ശല്യമൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ നല്ല ഭംഗിയാട്ടോ കാണാനും. അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള കണ്ട ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് തരുന്നത്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. അടുത്തത് വരുന്നത് ആമസോൺ ബ്ലൂ ആണ്. ഇതൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ്. അതുപോലെ തന്നെ ഒരു കുറ്റിച്ചെടിയാട്ടോ. ഒരുപാട് പൂക്കളുണ്ടാവും. അതുമാത്രമല്ല പെട്ടെന്ന് ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും കേട്ടോ. പെട്ടെന്ന് തന്നെ ബുഷിയായിട്ട് ഒരുപാട് പൂക്കളുണ്ടാവുകയും ചെയ്യും. ചെറിയ ചെറിയ തൈകളും പെട്ടെന്ന് പൊട്ടി മുളയ്ക്കും കേട്ടോ. അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള ഫ്ലവറിങ് സ്റ്റേജിലേക്ക് എത്താനായ പ്ലാന്റ് ആട്ടോ തരുന്നത്. കണ്ട ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് തരുന്നത്. അടുത്തത് വരുന്നത് മെക്സിക്കൻ ഫ്ലെയിം വൈൻ ആട്ടോ. ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ്. ഇതുപോലെ ഒരുപാട് പൂക്കളുണ്ടാകുന്ന ഒരു ക്രീപ്പർ പ്ലാന്റാണ്. നമുക്കിത് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് പ്രൂൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബുഷി പ്ലാന്റ് ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് 50 രൂപയാട്ടോ റേറ്റ് വരുന്നത്. കണ്ടോ, ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത്. അടുത്തത് വരുന്നത് ക്ലെറോഡൻഡ്ര കേട്ടോ. ക്ലെറോഡൻഡ്രത്തിൻ്റെ 2 വെറൈറ്റീസ് നമുക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെ ക്യാപ്പ് മെറൂൺ കളറിലുള്ളതുകൊണ്ട് അതേപോലെ ക്യാപ്പ് ഗ്രീൻ കളറിലുള്ളതുകൊണ്ട് കേട്ടോ. ഇതൊരു കുറ്റിച്ചെടിയാണ്. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് നാളൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും കേട്ടോ. കുഞ്ഞ് പ്ലാന്റിൽ തന്നെ ഫ്ലവർ ആകുന്നതാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെങ്കിൽ ഈ ചെടി ചൂസ് ചെയ്യുക കേട്ടോ. ക്ലെറോഡൻഡ്രം 50 രൂപയാട്ടോ റേറ്റ് ഉള്ളൂ. അതിൻ്റെ തന്നെ ഗ്രീൻ ക്യാപ്പ് വരുന്ന ഈ ഒരു ചെടീൻ്റെ ഭംഗി നോക്കി ഇതുപോലെ ആയിരിക്കും കേട്ടോ ഫ്ലവർ ഉണ്ടാവുക. ഇതും ഒരുപാട് പൂക്കളുണ്ടാവും. നല്ല ഭംഗിയാട്ടോ കാണാൻ. ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് 2 വെറൈറ്റി നമുക്ക് അവൈലബിൾ ആണ്. 50 രൂപ വെച്ചിട്ടാട്ടോ റേറ്റ് വരുന്നത്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. അടുത്തത് വരുന്നത് പാണ്ഡൂര ജാസ്മിനാണ്. ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ്. നല്ല ഭംഗിയാട്ടോ. ലൈറ്റ് പിങ്ക് കളറിൽ ഡാർക്ക് റെഡ് നടുക്ക് സെൻറ്ററിലൊരു പൊട്ട് പോലെ ഡാർക്ക് റെഡ് കളറിലുണ്ടാവും. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ കാണാൻ. അതിൻ്റെ വെരിഗേറ്റഡ് ലീഫിൻ്റെയും ഫ്ലവർ ഒരേപോലെ തന്നെയാണ് കേട്ടോ. വെരിഗേറ്റഡ് ടെക്കോമേൻ്റെ അതെ. നമുക്ക് പാണ്ഡൂര ജാസ്മിനെ പിങ്ക് ടെക്കോമ എന്നും പറയുന്നുണ്ട്. ഈ 2 പ്ലാന്റ്സിനും 50 രൂപ വെച്ചിട്ടാട്ടോ റേറ്റ് വരുന്നത്. ഇതാട്ടോ പ്ലാന്റ് സൈസ് വരുന്നത്. അടുത്തത് വരുന്നത് ലേഡി ഷൂ ആണ്.
തമ്പർജിയ കോക്സീനിയ എന്ന പേരിലൊക്കെ അറിയപ്പെടും. നമുക്ക് ക്രീപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പൂക്കളുണ്ടാവും കേട്ടോ. തൂങ്ങി തൂങ്ങി കൊല കൊലയായിട്ട് ഒരുപാട് പൂക്കളുണ്ടാവും. ഇതാണ് അതിൻ്റെ പ്ലാന്റ് സൈസ് വരുന്നത്. അടുത്തത് വരുന്നത് മെഡിനില്ല പ്ലാന്റ് ആട്ടോ. ഇതൊരു കുറ്റിച്ചെടിയാണ്. ഇതുപോലെ പൂക്കളുണ്ടാവും. അതുമാത്രമല്ല ഈ പൂ ഉണ്ടാകുന്ന പൂവ് കുറേ നാൾ കഴിഞ്ഞതിന് ശേഷമേ കൊഴിഞ്ഞു പോവുള്ളൂ. കൊഴിഞ്ഞു പോയി കഴിയുമ്പോൾ അത് ഡാർക്ക് വയലറ്റ് കളറിലേക്ക് വരും. കണ്ടോ, ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കായകൾ പോലെ ഇങ്ങനെ നിൽക്കും കേട്ടോ. അപ്പോൾ ഈ രണ്ട് കളർ കോമ്പിനേഷനിൽ ഈ ചെടിയിൽ വിരിഞ്ഞ് നിൽക്കുന്ന കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാട്ടോ. അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത്. അടുത്തത് വരുന്നത് ഹൈഡ്രാഞ്ചിയ കേട്ടോ. ഹൈഡ്രാഞ്ചിയൻ്റെ വൈറ്റ് കളറും പിങ്ക് കളറും ബ്ലൂ കളറും അങ്ങനെ 3 കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഈ 3 കളേഴ്സിനും 50 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ റേറ്റ് വരുന്നത്. അപ്പം വേഗം തന്നെ നിങ്ങൾ നിങ്ങളുടെ ഓർഡർ താഴെ കാണുന്ന നമ്പറിലേക്ക് ഡയറക്റ്റ് വിളിച്ച് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാട്ടോ. ഇതാണ് കളേഴ്സ് വരുന്നത്. ഇതൊരു ഹൈബ്രിഡ് വെറൈറ്റിയാണ്. ഒരുപാട് ഹൈറ്റ് വെക്കാതെ നിങ്ങൾ ഈ പിക്കിൽ കാണുന്ന പോലെ തന്നെ കുഞ്ഞായി നിന്ന് ഒരുപാട് പൂക്കളുണ്ടാവും കേട്ടോ. അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത്. നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുമാണ്. അടുത്തത് വരുന്നത് ലെന്താനയാട്ടോ. ലെന്താനേൻ്റെ നല്ല റെഡ് റോസ് കളറാണ്. ഹൈബ്രിഡ് വെറൈറ്റിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ. നല്ല ബുഷി പ്ലാന്റ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്ത് നിർത്താൻ പറ്റും. കൃത്യമായിട്ട് പ്രൂൺ ചെയ്ത് കൊടുത്താൽ എപ്പോഴും ഫ്ലവർ ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയക്കുന്നത്. അടുത്തത് വരുന്നത് ജോൺ ക്രീപ്പർ ആട്ടോ. ഇതൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ്. ചെറുതായിട്ട് ക്രീപ്പ് ചെയ്ത് പോകുന്നൊരു ചെടിയാണ്. അപ്പോൾ അതൊരു എന്തെങ്കിലും ഒരു സ്റ്റിക്കൊക്കെ സപ്പോർട്ട് ചെയ്ത് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും പൂക്കളുണ്ടാകും. പൂക്കളുണ്ടാകുന്നതിന് ഒരുപാട് പൂക്കൾ ഒന്നിച്ചുണ്ടാവും. ഒരുപാട് കൊലകളായിട്ടാണ് പൂക്കളുണ്ടാകുന്നത്. അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത്. അടുത്തത് വരുന്നത് ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ റെഡ് ആട്ടോ. ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഇതുപോലെ പൂക്കളുണ്ടാകുന്നതാണ്. ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ല. സെമി ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന ചെടിയാട്ടോ. നോർമൽ വാട്ടറിങ് മതി. അതേപോലെ തന്നെ കൊക്കോപീറ്റ് കുറച്ച് കൂടുതൽ ആഡ് ചെയ്തിട്ടുള്ള പോട്ടി മിക്സിൽ നടാൻ ശ്രമിക്കുക. അപ്പോൾ ഇതുപോലെ പൂക്കളുണ്ടാവും. അതേപോലെ നല്ലോണം നനച്ച് കൊടുക്കുക. നല്ല ഹോൾസ് ഉള്ള ചട്ടി നോക്കിയിട്ട് സെറ്റ് ചെയ്യുക. ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും ഫ്ലവർ ആയിരിക്കും. അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് ഇതിൻ്റെ അയച്ചു തരുന്നത്. ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. അടുത്തത് വരുന്നത് ബ്ലീഡിങ് ഹാർട്ട് ആട്ടോ. ഇതും നമുക്ക് ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ്. പക്ഷേ എങ്കിൽ പോലും കൃത്യമായിട്ട് പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത്. വെൽ റൂട്ടഡ് ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. അടുത്തത് വരുന്നത് ഗാർലിക് വൈൻ ആട്ടോ. 50 രൂപയാണ് റേറ്റ് വരുന്നത്. ഒരു വൈറ്റും ലാവൻഡർ ഷെയ്ഡിലും നല്ല കളർ കോമ്പിനേഷനിലാട്ടോ അതിൻ്റെ ഫ്ലവർ ഉണ്ടാകുക. ഇതുപോലെ ഒത്തിരി പൂക്കളുണ്ടാവും കേട്ടോ. ഫ്ലവർ വിരിയുമ്പോൾ പെട്ടെന്ന് എല്ലാ പൂവും കൂടെ ഒന്നിച്ചാണ് വിരിയുക. ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. വെളുത്തുള്ളി ക്രീപ്പർ എന്ന പേര് വന്നത് തന്നെ അതിൻ്റെ ലീഫിന് നല്ല വെളുത്തുള്ളിയുടെ സ്മെല്ലാട്ടോ. ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഹൈബ്രിഡ് കനകാംബരാട്ടോ. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക, കുറ്റിച്ചെടിയായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയതാണ്. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന പോലെ പോട്ടിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഇത്രയും ഹൈറ്റ് വരുമ്പോൾ തന്നെ ഒരുപാട് പൂക്കളുണ്ടാവും കേട്ടോ. ആ പൂക്കൾ വിരിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ തുമ്പൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ പിന്നെയും അടുത്ത നോഡിൽ പിന്നെയും പുതിയ പൂക്കൾ വരുന്നതാട്ടോ. ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. അടുത്തത് വരുന്നത് ജസ്റ്റീഷ്യ പ്ലാന്റ് ആണ്. ഇതും ഒരു കുറ്റിച്ചെടിയാണ്. ഇതുപോലെ നല്ല ലൈറ്റ് പിങ്ക് കളറിൽ ഒരുപാട് ഒത്തിരി പൂക്കളുണ്ടാവും കേട്ടോ. ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്. അതും 50 രൂപയുള്ളൂ കേട്ടോ റേറ്റ് വരുന്നത്. അടുത്തത് വരുന്നത് ക്രിസ്മസ് കാറ്റക്സ് ആട്ടോ. ക്രിസ്മസ് കാറ്റക്സിൻ്റെ 4 കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. റെഡും റോസും വൈറ്റും അതുപോലെ പീച്ചും. അങ്ങനെ 4 കളേഴ്സും ജിഫിയിലുള്ള പ്ലാന്റാണ് അയക്കുന്നത്. അത് ഓരോ കളേഴ്സിന് 45 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ റേറ്റ് വരുന്നത്. ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. അടുത്തത് വരുന്നത് ബ്ലൂ ഡെയ്സി ആട്ടോ. ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. അതുപോലെ പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പൂക്കളുണ്ടാവും കേട്ടോ. കാണാൻ നല്ല ഭംഗിയാണ്. പെട്ടെന്ന് തന്നെ പോട്ട് തിക്കായിട്ട് വരും കേട്ടോ. ഇതാണ് അതിൻ്റെ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. അടുത്തത് വരുന്നത് സ്നോ റോസ് ആട്ടോ. സ്നോ റോസിൻ്റെ നോർമൽ വെറൈറ്റി നമ്മൾ കണ്ടതാണ്. ഇത് വെരിഗേറ്റഡ് ലീഫിലുള്ളതാട്ടോ. ലൈറ്റ് പിങ്ക് കളറിലായിരിക്കും ഇതിൻ്റെ ഫ്ലവർ ഉണ്ടാവുക. നമുക്ക് ഈ സ്നോ റോസൊക്കെ ബോൺസായി ചെടി പോലെയൊക്കെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. നമുക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പൂക്കൾ പെട്ടെന്ന് ഉണ്ടാവും. അതുപോലെ തന്നെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് നല്ല റൂട്ടഡ് ആണ്. പെട്ടെന്ന് തന്നെ ഗ്രോത്തായി
പോട്ട് ഫില്ലാവുകയും ചെയ്യും കേട്ടോ. അടുത്തത് വരുന്നത് അലമാണ്ടേരെ മിനിയേച്ചർ വെറൈറ്റി ആട്ടോ. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പൂക്കളുണ്ടാകുന്ന ഒരു വെറൈറ്റി തന്നെയാണ്. നമുക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിറച്ച് പൂക്കളുണ്ടാവും. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത്. അടുത്തത് വരുന്നത് ചെത്തിയാട്ടോ. ഇക്സോറ വെറൈറ്റിയിൽ യെല്ലോ വെറൈറ്റിയാണ്, ഹൈബ്രിഡ് വെറൈറ്റിയാണ്. ഒരുപാട് ഹൈറ്റ് വെക്കാതെ ഷോർട്ടായിട്ട് നിന്ന് ഒരുപാട് പൂക്കളുണ്ടാവും. പോട്ട് നിറച്ച് പൂവുണ്ടാകുന്നതാണ്. ഇക്സോറേൻ്റെ 3 കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. റെഡും യെല്ലോയും പിങ്കും. ഈ 3 കളേഴ്സിനും 50 രൂപ വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ റേറ്റ് വരുന്നത്. അതും നല്ല ഹെൽത്തി ആയിട്ടുള്ള, അതും വെൽ റൂട്ടഡ് ആയിട്ടുള്ള കണ്ട ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത്. ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ്. അടുത്തത് വരുന്നത് ബ്രൈഡൽ ബൊക്കെയാട്ടോ. ഇതും ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഫ്ലവർ എന്താ പറയുക, ഒരുപാട് പൂക്കളുണ്ടാകുന്നതാണ്. ഈ ക്യാറ്റ്സ് ക്ലോയൊക്കെ പോലെ ഒരുപാട് തിങ്ങി പൂക്കളുണ്ടാകുന്ന ഒരു വെറൈറ്റി തന്നെയാണ്. അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത്. അടുത്തത് വരുന്നത് പവിഴമുല്ലയാണ്. ഇതൊരു കുറ്റിച്ചെടിയാണ്. നല്ല ഭംഗിയാട്ടോ. നല്ല വൈറ്റ് കളറിൽ ലൈറ്റ് ഓറഞ്ച് ഡോട്ട് പോലെയാണ് ഇതിൻ്റെ ഫ്ലവർ ഉണ്ടാവുക. അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത്. ഇതിനെ നൈറ്റ് ജാസ്മിൻ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. അടുത്തത് വരുന്നത് യെല്ലോ മെലസ്റ്റോമയാട്ടോ. ഇതൊരു കുറ്റിച്ചെടിയാണ്. ഒരുപാട് പൂക്കളുണ്ടാകുന്ന ഒരു വെറൈറ്റി തന്നെയാണ്. ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ അയക്കുന്നത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത്. അതും 50 രൂപയുള്ളൂ കേട്ടോ റേറ്റ് വരുന്നത്. അടുത്തത് വരുന്നത് ക്യാറ്റ് സ്റ്റൈലാണ്. ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. നല്ല ഡാർക്ക് റെഡ് കളറിലാണ് ഇതിൻ്റെ ഫ്ലവർ ഉണ്ടാവുക. ഒരുപാട് പൂക്കളുണ്ടാവുകയും ചെയ്യും. പെട്ടെന്ന് തന്നെ പോട്ട് ഫില്ലാവുകയും ചെയ്യും കേട്ടോ. അതേപോലെ ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള കണ്ട ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത്. അടുത്തത് വരുന്നത് സെനേഷ്യോ ക്രീപ്പർ ആട്ടോ. സെനേഷ്യോ ക്രീപ്പറിന് 50 രൂപയാണ് റേറ്റ് വരുന്നത്. നല്ല യെല്ലോ കളറിലാണ് ഇതിൻ്റെ ഫ്ലവർ ഉണ്ടാവുക. അടുത്തത് വരുന്നത് പാസിഫ്ലോറ ആട്ടോ. പാഷൻ ഫ്രൂട്ടിൻ്റെയൊക്കെ പൂ പോലെ നല്ല ഭംഗിയുള്ള പൂവാണ്. അതിൻ്റെയും 2 കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. വയലറ്റും നല്ല ഡാർക്ക് മെറൂൺ കളറും. 50 രൂപയാണ് റേറ്റ് വരുന്നത്. ഇതുപോലെ ചെറിയ ചെറിയ പ്ലാന്റിൽ പോലും ഫ്ലവർ ഉണ്ടാകുന്നതാട്ടോ. ഒരുപാട് നാളൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരുന്ന ഒരു ചെടിയാണ്. അടുത്തത് വരുന്നത് ട്രംപറ്റ് വൈൻ ആട്ടോ. ഈ ഓട്ടുമുല്ല എന്ന പേരിലൊക്കെ അറിയപ്പെടും. ഇതും ഒരുപാട് പൂക്കളുണ്ടാകുന്നൊരു ചെടി തന്നെയാണ്. അതിൻ്റെ എന്തുകൊണ്ട് ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ. അടുത്തത് വരുന്നത് മെലസ്റ്റോമേൻ്റെ വയലറ്റ് കളറാണ്. 50 രൂപയാട്ടോ റേറ്റ് വരുന്നത്. ഇതും ഈ പറഞ്ഞ പോലെ ഒരു കുറ്റിച്ചെടിയാണ്. ഒരുപാട് പൂക്കളുണ്ടാവും. അതുപോലെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുറച്ച് നനവ് കുറഞ്ഞാൽ പെട്ടെന്ന് ലീഫ് കൊഴിയും. അതുകൊണ്ട് എന്നും രാവിലെയും വൈകുന്നേരം എന്ന് പറഞ്ഞ പോലെ ചെടി നല്ല വേനൽക്കാലത്ത് നനച്ചു കൊടുക്കുക തന്നെ ചെയ്യണം. നനവ് കുറഞ്ഞ ചെടിക്ക് പെട്ടെന്ന് ഡാമേജ് വരുന്നതാണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത്. അടുത്തത് വരുന്നത് ഹണി സക്കിളാട്ടോ. ഹണി സക്കിളിന് 50 രൂപയാണ് റേറ്റ് വരുന്നത്. നല്ല ലൈറ്റ് യെല്ലോ കളറിലും വൈറ്റ് കളർ 2 കളർ കോമ്പിനേഷനിലാണ് ഇതിൻ്റെ ഫ്ലവർ ഉണ്ടാവുക. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത് കേട്ടോ. അടുത്തത് വരുന്നത് സുഗന്ധരാജാണ്. 50 രൂപയാണ് റേറ്റ് വരുന്നത്. ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത്. ഇതൊക്കെ പണ്ടൊക്കെ ഒരുപാട് നമ്മുടെ വീടുകളിലുണ്ടായിരുന്നതാണ്. ഇപ്പം അങ്ങനെ കാണുന്നില്ല. പെട്ടെന്ന് ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും. നമ്മൾ പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഹൈറ്റൊന്നും വെക്കത്തില്ല. ഹൈബ്രിഡ് വെറൈറ്റിയാണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത്. അടുത്തത് വരുന്നത് ക്യാറ്റ്സ് ക്ലോ ആട്ടോ. ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ്. ഇത് ഒരുപാട് പൂക്കളുണ്ടാവും കേട്ടോ. തിങ്ങി നിറഞ്ഞ് പൂവുണ്ടാവും. നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ കണ്ടോ, ഇതുപോലെ ഇല കാണാത്ത രീതിയിൽ ഒരുപാട് പൂക്കളുണ്ടാവുന്ന ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ ക്യാറ്റ്സ് ക്ലോ. അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത്. അടുത്തത് വരുന്നത് സൺറോസിൻ്റെ ബേബി സൺറോസിൻ്റെ വെരിഗേറ്റഡ് ആട്ടോ. നല്ല പിങ്ക് കളറിലാണ് ഇതിൻ്റെ ഫ്ലവർ ഉണ്ടാവുക. ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഇതുപോലെ പോട്ട് നിറച്ച് ഫില്ലായിട്ട് ഒത്തിരി പൂക്കളുണ്ടാവും കേട്ടോ. അതിൻ്റെ നോർമൽ വെറൈറ്റി ഗ്രീൻ ലീഫിലുള്ളത് കൊണ്ട് അതിന് 40 രൂപയാട്ടോ റേറ്റ് വരുന്നത്. രണ്ടും ജിഫിയിലുള്ള പ്ലാന്റാണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത്. അടുത്തത് വരുന്നത് ബിഗോണിയ വെറൈറ്റീസ് ആട്ടോ. ബിഗോണിയ വെറൈറ്റീസിന് എല്ലാത്തിനും 50 രൂപ വെച്ചിട്ടാട്ടോ റേറ്റ് വരുന്നത്. ഒരു ഇൻഡോർ പ്ലാന്റ് ആയിട്ടൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാവുന്നേ ഉള്ളൂ. ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ല. ഇത് ലീഫ് പ്രൊപ്പഗേഷൻ ആട്ടോ.
ചെടികൾ ആവശ്യമുള്ളവർ വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ച് നിങ്ങൾ നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ്. ആവശ്യമുള്ള ചെടികളുടെ പേര് ജസ്റ്റ് ബുക്കിൽ എഴുതി വെച്ചിട്ട് അതിൻ്റെ ഫോട്ടോസ് വാട്സാപ്പിൽ ഇട്ട് തന്നാലും മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പ് ത്രൂ വരണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഡയറക്റ്റ് വന്ന് നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ്. അതുപോലെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ നമ്മൾ അയക്കുന്നത് DTDC കൊറിയർ വഴിയാണ്. മിനിമം 3 പ്ലാന്റെങ്കിലും എടുത്തിരിക്കണം. അതുപോലെ തന്നെ ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അവൈലബിൾ അല്ല. കസ്റ്റമേഴ്സിന് നിർബന്ധമാണെങ്കിൽ പോസ്റ്റൽ വഴി നമ്മൾ അയച്ചു തരുന്നതാണ്. ആവശ്യമുള്ളവർ അഡ്രസ്സിൻ്റെ കൂടെ തന്നെ പ്രത്യേകം പോസ്റ്റൽ ഓൺലി എന്ന് മെൻഷൻ ചെയ്യാൻ മറക്കരുത് കേട്ടോ. റെക്സ് ബിഗോണിയൊക്കെ സ്വന്തം പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതുകൊണ്ടാട്ടോ നിങ്ങൾക്ക് ഈ റേറ്റിന് തരാൻ പറ്റുന്നത്. അത് സ്വന്തമായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിന് കുറച്ച് കളക്ഷൻസേ ഉള്ളൂ. അപ്പം റെക്സ് ബിഗോണിയൊക്കെ വേഗം തന്നെ ആവശ്യമുള്ളവർ ഓർഡർ പ്ലേസ് ചെയ്തോളൂ കേട്ടോ. കാരണം ആ സാധനം കുറച്ച് കുറവുള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. അതുപോലെ തന്നെ ഇത് റെക്സ് ബിഗോണിയ ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ ആവശ്യമില്ല. സെമി ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന ചെടിയാട്ടോ. അതുപോലെ നല്ല വെയിലുള്ള നല്ല വെളിച്ചം കിട്ടുന്ന സ്ഥലത്ത് നല്ല ഷെയ്ഡുള്ള സ്ഥലത്താണെങ്കിൽ ഈ ലീഫിൻ്റെ നല്ല ഒറിജിനൽ കളർ വരും കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. ഇതിൻ്റെ കൂടുതലും ലീഫ് പ്രൊപ്പഗേഷനാണ്. ഒരു ലീഫൊക്കെ കുത്തി വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് തൈകൾ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പം വേഗം തന്നെ നിങ്ങൾ നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.